ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വിഷുവിന് വെള്ളരിക്ക പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വെള്ളരിക്ക വെച്ച് നമുക്ക് നല്ലൊരു മോര് കറി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ വെള്ളരിക്കയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണേ, തൊണ്ട് ചെത്തിയെടുക്കണം. ഇത് നമുക്ക് 3 കിട്ടിയിട്ടുണ്ടായിരുന്നേ. വിഷുവിൻ്റെ തലേന്ന് പറിച്ച് വെച്ചതാണ്. നല്ല പോലെ പഴുത്തതിന് ശേഷമാണ് നമ്മളിത് പറിച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് ചെത്തിയെടുക്കണേ. ഒത്തിരി വലുതൊന്നുമല്ല, ഒരു കറിക്കുള്ളത്. ഒരെണ്ണം ഇത്തിരി വലിപ്പം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ വേസ്റ്റൊക്കെ കിച്ചൺ വേസ്റ്റിലേക്ക് ഇടുവേ. എന്നിട്ട് അത് വളമാകുമ്പോഴത്തേനും നമ്മൾ ഗ്രോ ബാഗിൽ ഇടുമല്ലോ, അന്നേരമാണ് ഈ വെള്ളരിക്കയൊക്കെ മുളച്ച് വരുന്നത്. ഇനി ഇത് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ആ കുരു അങ്ങോട്ട് മാറ്റാം. വെള്ളരിക്ക അതുകൊണ്ട് എനിക്ക് എപ്പോഴും വെള്ളരിക്ക ഉണ്ടാവുമേ. ഇത്തവണത്തെ ചൂട് കാരണം ഇത്തിരി കുറവാണ് ഉണ്ടായത്. ഇപ്പം ശരിക്കും പൂക്കണുണ്ടേ, കായുള്ള പൂ വരുന്നുണ്ട്. 2-3 മഴയൊക്കെ കിട്ടിയില്ല. ഇനി ഇത് നീളത്തിൽ മുറിച്ചിട്ട് വട്ടം വട്ടം അരിഞ്ഞെടുക്കുക, ചതുര കഷ്ണങ്ങളാക്കി. എല്ലാം ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. ഞാൻ ഇത്തിരി വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയാണ് ഇട്ടിരിക്കുന്നത്. മഴ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കായുണ്ടാവും. ഇത് നമുക്ക് കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒത്തിരി കഷ്ണങ്ങളുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകാണ്. ഞാൻ ഈ പഴുത്ത് കഴിയുമ്പോഴാണ് ഈ കൊടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നത്. കാന്താരി മുളകുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയേ. ഇതിപ്പോൾ ചെറുതാണെങ്കിലും നല്ല എരിവുള്ള മുളകാണ്. ഒരു 6 ഉണ്ട്. അതും ഇതേപോലെ തന്നെ നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഈ കഷ്ണത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് ഈ കഷ്ണം വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ച് കത്തിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരല്പം തേങ്ങ, ഒരു 3 വലിയ സ്പൂണിന് 3 സ്പൂണുണ്ട്. ഇതും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണേ അരച്ചെടുക്കാനായിട്ട്. ആ ജീരകമൊക്കെ നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടണം. അപ്പോൾ നമുക്ക് വെള്ളരിക്ക വെന്തോ ഇല്ലെന്നൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കാം.
ഈ അരപ്പൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് തിള വരണ്ട. ആ സമയത്ത് വേണം നമുക്ക് മോരൊഴിച്ച് കൊടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ, ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ മോരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഉപ്പ് നമ്മൾ ഒരല്പം ഉപ്പേ ഇട്ടിട്ടുള്ളൂ. കഷ്ണത്തിന് വേണ്ട ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള മോരാണ്. ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് തിളച്ചങ്ങോട്ട് പൊങ്ങണ്ട. നല്ലപോലെ ഒന്ന് ചൂടായാൽ മതിയേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും. കണ്ടോ, തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കണേ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിനൊന്ന് കടുക് താളിക്കണം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണം. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ. അപ്പം ഞാനിപ്പോൾ ഉലുവ ഈ കടുക് വറുത്തപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇട്ടത്. അതല്ലെങ്കിൽ ഉലുവ വെറുതെ വറുത്തിട്ട് ഒരു പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് അതൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയേ. അപ്പം ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി അതും കൂടെ ഇട്ട് കൊടുക്കാം. വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞതാണ്. ഇതിലേക്കൊരു 3 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കണേ, നമ്മുടെ ചുവന്ന മുളക്. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് കിട്ടണേ. അപ്പോൾ ഉള്ളിയും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫാക്കിയേക്കണേ. ഒരു നുള്ളു മതി. ഇനി നമുക്കിത് മോര് കാച്ചിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള മോര് കാച്ചിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ആ ചട്ടിയിട്ട് അല്പവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ഇളക്കിയെടുത്തിട്ട് മൂടി വെക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.